എടാ മോനെ, വെൽക്കം ടു വ്യൂസ് വിത്ത് എബിക. അപ്പൊ ആവേശം കണ്ടോ നിങ്ങള്? ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ പടമാണ്. ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കളക്ഷൻ നോക്കാം. അപ്പം ഏകദേശം 2 ആഴ്ചക്ക് മുന്നാണ് പടം റിലീസായത്. ഇത് 3ാമത്തെ ആഴ്ചയാണ്. ഇന്നേക്ക് 16-17 ദിവസമായിട്ടുണ്ട്. 100 കോടിക്ക് മുകളിൽ ഇപ്പൊ തന്നെ രംഗാണൻ പിള്ളേരും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് മൂവിംഗ് ഫോർവേഡ് ഇതിന്റെ ഒക്യുപ്പൻസി റേറ്റ് ഇപ്പം ഏകദേശം 34% ഓഫ് ഒക്യുപ്പൻസി റേറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഈ ഒരു കണക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബ്രേക്ക് ദ റെക്കോർഡ് ഓഫ് ആടുജീവിതം ആൻഡ് അതർ മൂവീസ്. ഇപ്പം 2018 ആണ് അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ മൂവി. പിന്നെ മഞ്ഞുമൽ ബോയ്സ്. സോ ഒക്യുപ്പൻസി റേറ്റ് ഹയർ ആവുന്നുണ്ട്. മാത്രമല്ല ഗ്ലോബൽ കളക്ഷൻ ഓൾറെഡി 100 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരു എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ ആവേശം കണ്ടിട്ട് ആവേശമില്ലാതെ പറഞ്ഞാൽ പിന്നെ എന്നാ ഒരു ആവേശം അല്ലേ? അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആവേശത്തിൽ പറയുന്നത്. മൂവി കണ്ടിട്ടില്ലെങ്കിൽ മൂവി തീർച്ചയായും പോയി കാണണം. രംഗണ്ണന്റെ പിള്ളേരുടെ ഒരു വിളയാട്ടമാണ്. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഒരു സ്പോയിലർ ആവുന്നില്ല. രംഗണ്ണനും പിള്ളേരും തകർത്ത് വാരുകയാണ് തിയേറ്ററിൽ. ഞാൻ പറഞ്ഞല്ലോ, ഒക്യുപ്പൻസി റേറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ കളക്ഷൻ റെക്കോർഡൊക്കെ ഇത് ബ്രേക്ക് ചെയ്യും. ഇതിന്റെ ഒരു എക്സാക്ട് ഫിഗർ എന്ന് പറഞ്ഞാൽ ഒരു ആസ് ഐ സെഡ് ഒരു 17th ഡേയിൽ ഒരു 105 ക്രോർസ് ഇത് വേൾഡ് വൈഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രം ഒരു 55-60 ക്രോർ ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. സോ ഒക്യുപ്പൻസി റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഏകദേശം ഈ ആഴ്ചയ്ക്കുള്ളിൽ 150 ക്രോർ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ലൈക്ക് കോളേജിൽ പഠിക്കാൻ വരുന്നു, പിള്ളേർക്ക് റാങ്കിങ് കിട്ടുന്നു, പിള്ളേർക്ക് എങ്ങനെയാലും സീനിയേഴ്സിനെ തിരിച്ചടിക്കണം. അപ്പൊ ലോക്കൽ സപ്പോർട്ട് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പൊ ലോക്കൽ സപ്പോർട്ടിന് വേണ്ടി അലഞ്ഞിട്ട് ഒരു ഗുണ്ടയെ കണ്ടെത്തുന്നു. ഗുണ്ടയാണെന്നുണ്ടെങ്കിൽ ആന മണ്ടൻ, കൂട്ടത്തിലുള്ള ആളുകൾ അതിനേക്കാൾ വലിയ മണ്ടന്മാര്. അപ്പൊ ഇവരുടെ കുറെ മണ്ടത്തരങ്ങളും അതൊക്കെയാണ് ഒരു തമാശ രൂപേണ ഈ ഒരു മൂവി അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രൂ ഔട്ട് എന്റർടൈനർ ആണ് മൂവി. ഇതിന്റെ ചില സീൻസ് ഒക്കെ ഉണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും ലൈക്ക് കിട്ടുന്നില്ല എന്ന് ഫഹദ് ഒരു സാധനം അടിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് ചിരി ഉണർത്തുന്ന. ജിത്തു മാധവനാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ മൂവി നമുക്കറിയാമല്ലോ, രോമാഞ്ചം. അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആണ്. 2023 ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ് രോമാഞ്ചം. അപ്പൊ അതിനുശേഷം ബാംഗ്ലൂർ പശ്ചാത്തലത്തിലാണ് ഈ ഒരു മൂവി. ആ രോമാഞ്ചവും ബാംഗ്ലൂർ പശ്ചാത്തലത്തിൽ എടുത്ത മൂവിയാണ്. ഇതിന്റെ സിനിമാറ്റോഗ്രാഫി മറ്റും എല്ലാം ഒരു തെലുങ്ക് മൂവി റിസംബ്ലൻസ് ഒക്കെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം നമുക്ക് ഒരു പക്ക എന്റർടൈനർ ആയിട്ടുള്ള ഒരു ആക്ഷൻ മൂവി പ്ലസ് ഇതൊരു കോമഡി ആക്ഷൻ ആണ് ബേസിക്കലി. അങ്ങനെ ഒരു ജോൺറ വരുന്ന മൂവി. ഇതിന്റെ ക്യാരക്ടേഴ്സ്, മറ്റ് മൻസൂർ അലിഖാന്റെ ക്യാരക്ടേഴ്സ് എല്ലാവരും വളരെ ജസ്റ്റിഫയബിൾ ആണ്. ഈ ഒരു ക്യാരക്ടറിൽ ചെറിയ റോൾ ആശിഷ് വിദ്യാർത്ഥി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ യൂട്യൂബേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ എടുത്തു പറയേണ്ടതൊക്കെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് പുള്ളിയുടെ കൂടെ ത്രൂ ഔട്ട് നിൽക്കുന്ന മെയിൻ ഗുണ്ടയാണ്. പിന്നെ സജിൻ ഗോപുവിന്റെ ക്യാരക്ടർ, പുള്ളിയുടെ ക്യാരക്ടർ ഇതിനകത്ത് ത്രൂ ഔട്ട് ആണ്. ഫഹദ് ഫാസിനേക്കാൾ വലിയ മണ്ടനായിട്ടാണ് പുള്ളി ഇതിനകത്ത് അഭിനയിക്കുന്നത്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. രോമാഞ്ചത്തിലും ബാക്കിയുള്ള സിനിമയിലൊക്കെ പുള്ളിയുടെ ഒരു പെർഫോമൻസ് കണ്ടാണ്. സോ മലയാള സിനിമയുടെ ഒരു വളരെ ഒരു ഗോൾഡൻ ടൈം പീരീഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൂവീസും അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്, കളക്ഷൻ നേടുന്നുണ്ട്. അപ്പം ഈ മൂവി കൂടുതൽ ലെവലിലേക്ക് എത്തട്ടെ, കൂടുതൽ റീച്ച് ഉണ്ടാവട്ടെ, അതിലൂടെ മലയാള സിനിമ കൂടുതൽ പേരിലേക്ക് അറിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. സോ അപ്പം മോനെ, നീ പടം കണ്ടില്ലെങ്കിൽ പടം പോയി കാണാം. ഓക്കെ, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.